വെൽക്കം ടു ഡേ ടു ഡേ ഇംഗ്ലീഷ്. ഡേ ടു ഡേ ഇംഗ്ലീഷിലൂടെ നാം ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം ചെയ്യാറില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നർത്ഥം വരുന്ന ഡോണ്ട് അല്ലെങ്കിൽ ഡസൻറ്റ് ഇവ ഉപയോഗിച്ചുള്ളതായ സെൻറ്റൻസുകളാണ്. നാം മുന്നമേ മനസ്സിലാക്കി കഴിഞ്ഞു ഡു അല്ലെങ്കിൽ ഡസ് എന്നതിന് ഒരു പ്രവൃത്തി ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥമാണെന്ന് അല്ലേ. എന്നാൽ ഒരു പ്രവൃത്തി ചെയ്യാറില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നർത്ഥം വരുവാൻ വേണ്ടി ഡു അല്ലെങ്കിൽ ഡസിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ മതി എന്ന് നമുക്കറിയാം. ഡൂവിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ഡോണ്ട് അല്ലെങ്കിൽ ഡു നോട്ട് അല്ലേ. ഡസിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ഡസ് നോട്ട് അല്ലെങ്കിൽ ഡസിൻറ്റ് എന്നാകും, അറിയാമല്ലോ. അതുപോലെ തന്നെ സബ്ജക്റ്റ് ഐ, യു, ദേ, വി എന്നിവയാണെങ്കിൽ ഡോണ്ട് എന്നും ഹി, ഷീ, ഇറ്റ് എന്നീ സബ്ജക്റ്റുകളോട് കൂടെയാണെങ്കിൽ ഡസൻറ്റ് എന്നും ഉപയോഗിക്കണമെന്നും ഈ കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ദേ ഡോണ്ട് ഗോ ടു ദ സ്കൂൾ. അവർ സ്കൂളിൽ പോകാറില്ല. ദേ ഡോണ്ട് ഗോ ടു ദ സ്കൂൾ. അടുത്തത്, യു ഡോണ്ട് കം ലേറ്റ്. നീ വൈകി വരാറില്ല. യു ഡോണ്ട് കം ലേറ്റ്. വി ഡോണ്ട് സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ പ്രഭാത ഭക്ഷണം ഒഴിവാക്കാറില്ല. എന്താ? ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഹെൽത്ത്. അത് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. വി ഡോണ്ട് സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ പ്രഭാത ഭക്ഷണം ഒഴിവാക്കാറില്ല. ഇവിടെ നാം ഐ, യു, ദേ, വി എന്നീ സബ്ജക്റ്റുകളുടെ കൂടെ ഡോണ്ട് എന്നും അല്ലെങ്കിൽ ഡു നോട്ട് എന്നും ചേർത്ത് കഴിഞ്ഞു. ഇനി അടുത്തത്, അവൾ നന്നായി പാചകം ചെയ്യുന്നില്ല. ഷീ ഡസൻറ്റ് കുക്ക് വെൽ. ഷീ ഡസൻറ്റ് കുക്ക് വെൽ. അവൾ നന്നായി പാചകം ചെയ്യുന്നില്ല. അവൻ എല്ലാ ദിവസവും ഇവിടെ വരാറില്ല. ഹി ഡസൻറ്റ് കം ഹിയർ എവരി ഡേ. ഹി ഡസൻറ്റ് കം ഹിയർ എവരി ഡേ. അത് നടക്കാറില്ല. ഇറ്റ് ഡസൻറ്റ് വാക്ക്. ഇറ്റ് ഡസൻറ്റ് വാക്ക്. മനസ്സിലായല്ലോ. ഇവിടെ നാം ഷീ, ഹി, ഇറ്റ് എന്നീ സബ്ജക്റ്റുകളോടുകൂടെ ഡസൻറ്റ് അല്ലെങ്കിൽ ഡസ് നോട്ട് എന്ന് ചേർത്ത് പറഞ്ഞു. നന്നായി മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കൂടുതൽ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. അവൾക്ക് കോഫി ഇഷ്ടമല്ല. ഷീ ഡസൻറ്റ് ലൈക്ക് കോഫി. ഷീ ഡസൻറ്റ് ലൈക്ക് കോഫി. അവൻ വീഡിയോ ഗെയിംസ് കളിക്കാറില്ല. ഹി ഡസൻറ്റ് പ്ലേ വീഡിയോ ഗെയിംസ്. ഹി ഡസൻറ്റ് പ്ലേ വീഡിയോ ഗെയിംസ്. എല്ലാ ദിവസവും മഴ പെയ്യുന്നില്ല. ഇറ്റ് ഡസൻറ്റ് റെയിൻ എവരി ഡേ. ഇറ്റ് ഡസൻറ്റ് റെയിൻ എവരി ഡേ. അവൻ കോഫി കുടിക്കാറില്ല. ഹി ഡസൻറ്റ് ഡ്രിങ്ക് കോഫി. ഹി ഡസൻറ്റ് ഡ്രിങ്ക് കോഫി. അവൻ എരിവുള്ള ഭക്ഷണം കഴിക്കില്ല. ഹി ഡസൻറ്റ് ഈറ്റ് സ്പൈസി ഫുഡ്. ഹി ഡസൻറ്റ് ഈറ്റ് സ്പൈസി ഫുഡ്. അത് പ്രവർത്തിക്കുന്നില്ല. ഇറ്റ് ഡസൻറ്റ് വർക്ക്. ഇറ്റ് ഡസൻറ്റ് വർക്ക്. അവൻ വേഗത്തിൽ ഓടുന്നില്ല. ഹി ഡസൻറ്റ് റൺ ഫാസ്റ്റ്. ഹി ഡസൻറ്റ് റൺ ഫാസ്റ്റ്. ഇതിനധികം വിലയില്ല. ഇറ്റ് ഡസൻറ്റ് കോസ്റ്റ് മച്ച്. ഇറ്റ് ഡസൻറ്റ് കോസ്റ്റ് മച്ച്. അവൾ പലപ്പോഴും ടി വി കാണാറില്ല. ഷി ഡസൻറ്റ് വാച്ച് ടി വി ഓഫൻ. ഷി ഡസൻറ്റ് വാച്ച് ടി വി ഓഫൻ. അവൻ വരാറില്ല. ഹി ഡസൻറ്റ് കം. ഹി ഡസൻറ്റ് കം. അവൻ നന്നായി നൃത്തം ചെയ്യില്ല. ഹി ഡസൻറ്റ് ഡാൻസ് വെൽ. ഹി ഡസൻറ്റ് ഡാൻസ് വെൽ. പുറത്ത് ചൂട് അനുഭവപ്പെടുന്നില്ല. ഇറ്റ് ഡസൻറ്റ് ഫീൽ ഹോട്ട് ഔട്ട്സൈഡ്. ഇറ്റ് ഡസൻറ്റ് ഫീൽ ഹോട്ട് ഔട്ട്സൈഡ്. അവൻ പൊതുവേദിയിൽ പാടാറില്ല. ഹി ഡസൻറ്റ് സിംഗ് ഇൻ പബ്ലിക്. ഹി ഡസൻറ്റ് സിംഗ് ഇൻ പബ്ലിക്. അവൾ അടുത്തല്ല താമസിക്കുന്നത്. ഷി ഡസൻറ്റ് ലീവ് നിയർ ബൈ. ഷി ഡസൻറ്റ് ലീവ് നിയർ ബൈ. അവൾ ഹിന്ദി സംസാരിക്കാറില്ല. ഷി ഡസൻറ്റ് സ്പീക്ക് ഹിന്ദി. ഷി ഡസൻറ്റ് സ്പീക്ക് ഹിന്ദി. കമ്പ്യൂട്ടർ ശരിയായി പ്രവർത്തിക്കുന്നില്ല. The computer doesn't work properly. The computer doesn't work properly. അവൻ പിയാനോ വായിക്കില്ല. He doesn't play the piano. He doesn't play the piano. അത് വേഗത്തിൽ ഓടുന്നില്ല. It doesn't run fast. It doesn't run fast. അവൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നില്ല. She doesn't practice dance. She doesn't practice dance. അവൾ അവിടെ പോകാറില്ല. She doesn't go there. She doesn't go there. ഞായറാഴ്ചകളിൽ ഞങ്ങൾ ജിമ്മിൽ പോകാറില്ല. We don't go to the gym on Sundays.
We don't go to the gym on Sundays. അവർ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. They don't like to travel. They don't like to travel. അവർ വീഡിയോ ഗെയിംസ് കളിക്കാറില്ല. They don't play video games. They don't play video games. ഞങ്ങൾ പർവ്വതങ്ങളുടെ അടുത്തല്ല താമസിക്കുന്നത്. We don't live near the mountains. We don't live near the mountains. നിങ്ങൾ കണ്ണട ധരിക്കാറില്ല അല്ലേ? You don't wear glasses, right? You don't wear glasses, right? അവർ നന്നായി സംസാരിക്കില്ല. They don't speak well. They don't speak well. ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറില്ല. We don't eat out. We don't eat out. മഴയുള്ള ദിവസങ്ങൾ എനിക്ക് പ്രശ്നമല്ല. I don't mind rainy days. I don't mind rainy days. അവർക്ക് വഴി അറിയില്ല. They don't know the way. They don't know the way. എനിക്ക് ബ്രോക്കലി ഇഷ്ടമല്ല. I don't like broccoli. I don't like broccoli. അവർ സിനിമ കാണാറില്ല. They don't watch movies. They don't watch movies. ഉത്തരം എനിക്കറിയില്ല. I don't know the answer. I don't know the answer. ഞങ്ങൾ വലിയ വീട്ടിൽ താമസിക്കുന്നില്ല. We don't live in a big house. We don't live in a big house. അവർ തമിഴ് സംസാരിക്കില്ല. They don't speak Tamil. They don't speak Tamil. ഞങ്ങൾ ബീച്ചിൽ പോകാറില്ല. We don't go to the beach. We don't go to the beach. ഞാൻ സോക്കർ കളിക്കാറില്ല. I don't play soccer. I don't play soccer. അവർ സംഗീതം കേൾക്കുന്നില്ല. They don't listen to music. They don't listen to music. എരിവുള്ള ഭക്ഷണം അവർക്ക് ഇഷ്ടമല്ല. They don't like spicy food. They don't like spicy food. എനിക്ക് മനസ്സിലാകുന്നില്ല. I don't understand. I don't understand. അവർ TV കാണാറില്ല. They don't watch TV. They don't watch TV. നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിനെ മെച്ചപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി നാം ഡെയിലി ഇംഗ്ലീഷ് കഴിയുന്നത്ര വായിച്ചും എഴുതിയും സംസാരിച്ചും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഷോർട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസുകളോ അല്ലെങ്കിൽ സിമ്പിൾ ഇംഗ്ലീഷ് സെൻറ്റൻസുകളോ പതിവായിട്ട് ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് താല്പര്യമുള്ള ബുക്സ്, ഷോർട്ട് സ്റ്റോറീസ്, ഇംഗ്ലീഷ് കാർട്ടൂൺസ്, ഇംഗ്ലീഷ് വീഡിയോസ്, ലേഖനങ്ങൾ ഇവയെല്ലാം വായിക്കുകയും കാണുകയും കേൾക്കുകയും അവയെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ അനുകരിക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ അനുസരിച്ച് നാം ഇംഗ്ലീഷ് സംസാരിക്കുക. തെറ്റുകളൊക്കെ വരും, എങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നവർക്ക് തെറ്റു പറ്റുക എന്നുള്ളത് സാധാരണമാണ്. തെറ്റുകൂടാതെ സംസാരിക്കാൻ പഠിച്ചവർ ആരും തന്നെ ഇല്ലെന്ന് നാം ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ പോലും ഗ്രാമാറ്റിക്കലി നോക്കിയാൽ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കുക. നമുക്ക് തെറ്റുകൾ വന്നാലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ ഡെയിലി വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഉത്സാഹത്തോടും സമർപ്പണത്തോടും കൂടെ മുന്നോട്ട് പോയിക്കൊള്ളുക. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും.